അത് ഞാൻ ആ വകുപ്പിന്റെ ആളല്ല. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് പിന്മാറാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിന് മാത്രമേ പിന്മാറാൻ കഴിയൂ. പിന്മാറിയാൽ സർവശിക്ഷാ അഭിയാൻ ഫണ്ട് ഉൾപ്പെടെ തടഞ്ഞുവെക്കാൻ സാധ്യത. വിവരങ്ങളുമായി ഡി ബിനോയ് ചേർന്നു. ബിനോയ്, ഈ PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടതിന് ശേഷം ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് സർക്കാരിന് ഈ ഒരു പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നത്. ഇപ്പോൾ പിന്മാറാൻ കഴിയില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കേന്ദ്ര സർക്കാരിന് മാത്രമേ ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയൂ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസമാണ് മന്ത്രിസഭാ യോഗത്തിൽ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോക്കം പോകാനും അല്ലെങ്കിൽ ഒഴിവായി മാറാനും അല്ലെങ്കിൽ ഉടമ്പടി പിൻവലിക്കാനും ഒപ്പം ഇത് സംബന്ധിച്ച അന്വേഷണവും വ്യവസ്ഥകളെ കുറിച്ച് പഠനം നടത്തുന്നതിനുമായി ഒരു ഉപസമിതിക്ക് രൂപം നൽകിയത്. ആ ഉപസമിതിയിൽ മന്ത്രിമാരാണുള്ളത്. മന്ത്രിമാരുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം കേന്ദ്ര സർക്കാരിനെ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. പക്ഷേ അത് എത്ര കണ്ട് വിലപ്പോകും എന്നുള്ളത് നോക്കിക്കാണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും നിലവിലെ സാഹചര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ PM ശ്രീ ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട്. പഞ്ചാബിൽ 2025 PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നുവെന്ന് കാണിച്ച് കത്ത് നൽകിയിരുന്നു. തുടർന്ന് സർവശിക്ഷ അഭിയാന്റെ 500 കോടിയോളം രൂപയാണ് തടഞ്ഞുവെച്ചത്. അത് തന്നെ സംസ്ഥാന സർക്കാരിനും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. പ്രത്യേകിച്ചും നിയമവിദഗ്ധർ പറയുന്നത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാനാകില്ല, കേന്ദ്രത്തിന് മാത്രമേ പിന്മാറാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക തന്നെ വേണ്ടിവരും. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരു റിപ്പോർട്ട് ഒരു മാസത്തിനകം കൊടുക്കും. പിന്നീട് കേന്ദ്രത്തിന്റെ കയ്യിലാണ് കാര്യങ്ങൾ. കേന്ദ്രം തീരുമാനിക്കും ഇതിൽ ഏത് തരത്തിലുള്ള തീരുമാനം എടുക്കണമെന്ന്. എന്തായാലും റിപ്പോർട്ട് നൽകിയാൽ തന്നെയും ഒരിക്കൽ പോലും ഈ പദ്ധതിയിൽ അല്ലെങ്കിൽ ഉടമ്പടിയിൽ ഒപ്പിട്ടത് കാരണം പിന്മാറാൻ ഒരു സാധ്യതയും ഇല്ല. നിയമസാധ്യതകളൊന്നും തന്നെ ഇല്ല. ഈ പഞ്ചാബ് ഇപ്പോൾ നിയമയുദ്ധത്തിലാണ് ഇക്കാര്യത്തിൽ. അതുപോലെ തന്നെ കേരളത്തിനും നിയമപരമായി നീങ്ങേണ്ടി വരും. അത്തരം ഒരു നീക്കം തന്നെ സംസ്ഥാന സർക്കാരിന് വലിയ തരത്തിൽ ദോഷം ചെയ്യും. കാരണം മറ്റു ഫണ്ടുകൾ കൂടി ഇത്തരത്തിൽ തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ 300 കോടി രൂപയാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ ഉടൻ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് സർവശിക്ഷ അഭിയാന്റെ 300 കോടി രൂപയാണ് വിദ്യാഭ്യാസ വകുപ്പിന് നൽകുക. ഒരുപക്ഷെ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സർവശിക്ഷ അഭിയാന്റെ ഫണ്ട് പോലും തടഞ്ഞു വെക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്മാറാൻ കഴിയുകയില്ല എന്ന് നിയമവിദഗ്ധർ പറയുന്നത്. ആ ഉടമ്പടിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം 60% ഫണ്ട് കേന്ദ്രത്തിന്റെയും 40% ഫണ്ട് സംസ്ഥാനത്തിന്റെയുമാണ്. ഈ വിദ്യാഭ്യാസ മേഖലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ മൊത്തത്തിൽ ഒരു മാറ്റം, അത് പ്രത്യേകിച്ചും ആ സ്കൂളുമായി ബന്ധപ്പെട്ടും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുമുള്ള മാറ്റങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതി ആയതുകൊണ്ട് തന്നെ ആ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ട് അത് അവിടെ തന്നെ വിനിയോഗിക്കണം. അതിൽ ചേരാൻ തയ്യാറാണ് എന്ന് കാണിച്ചുകൊണ്ട് ഉടമ്പടിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്മാറാൻ കഴിയില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഇത് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത്. അതേസമയം ബംഗാളും ഒപ്പം തമിഴ്നാടും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ അംഗീകരിച്ചിട്ടില്ല. അവർ നിയമ പോരാട്ടത്തിന്റെ വഴികളിലാണ്. സംസ്ഥാന സർക്കാർ ആകട്ടെ ഉടമ്പടിയിൽ ഒപ്പിടുകയും ചെയ്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കും ഈ സംസ്ഥാന സർക്കാരിന്റെ നീക്കം. എന്തായാലും ഉടൻ തന്നെ ഒരു റിപ്പോർട്ട് നൽകാൻ സംസ്ഥാനം തയ്യാറാവില്ല. ഈ ഒരു മാസം കഴിഞ്ഞാൽ പിന്നീട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് വൈകിക്കാൻ കഴിയും. അങ്ങനെ വൈകിച്ചാൽ തന്നെയും ഏറെ നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. കേന്ദ്രം ഒരു തീരുമാനം എടുത്ത് ഒരു മാസം കഴിയുമ്പോഴേക്കും സംസ്ഥാനത്തോടെ എന്തുകൊണ്ട് ഉടമ്പടികളിൽ ഒപ്പിട്ടിട്ട് പിന്മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി കത്ത് നൽകേണ്ടി വരും. അങ്ങനെ ഓരോ നീക്കങ്ങളും വളരെ ശ്രദ്ധിച്ച് നീങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് വലിയ തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും ഒപ്പം വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടാനുള്ള ഫണ്ട് കിട്ടാതാവുകയും ചെയ്യാനാണ് സാധ്യത. ശരി, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് പിന്മാറാൻ കഴിയില്ല, കേന്ദ്ര സർക്കാരിന് മാത്രമേ പിന്മാറാൻ കഴിയൂ. പിന്മാറിയാൽ സർവശിക്ഷാ അഭിയാൻ ഫണ്ട് ഉൾപ്പെടെ തടഞ്ഞു വെക്കാനാണ് സാധ്യത. ടി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.